ഹെവൻ വേ ട്രാവലിംഗ് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പുത്തമ്പള്ളി ടവറാണ് കേട്ടോ നമ്മൾ കാണിക്കാൻ പോകുന്നത്. നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ തൃശ്ശൂർ പുത്തമ്പള്ളിയിലെ ടവറാണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ ഈ നമ്മൾ കാണുന്നത് ചെറിയൊരു പാർക്ക് പോലെ ചെറിയൊരു ഏരിയ ആണ് കേട്ടോ. ടവറിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു ഏരിയ. അപ്പോൾ നമുക്ക് ഈ ടവർ കാണാൻ പോകാം. ഇവിടെ കാലത്ത് 9 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെയാണ് സമയത്ത്. നമുക്ക് ചെരുപ്പൊന്നും അതിൻ്റെ ഉള്ളിലിട്ടിട്ട് കയറാനൊന്നും പറ്റില്ല കേട്ടോ. അതൊക്കെ നമ്മൾ പുറത്ത് വരി വെച്ചിട്ട് വേണം കയറാനായിട്ട്. അങ്ങനെ ടവർ കയറാൻ പോവുകയാണ് കേട്ടോ. ഈ ടവർ കയറാനായിട്ട് 262 അടി ഉയരമുള്ളത്. ഇത് ലിഫ്റ്റിൽ കയറേണ്ടവർക്ക് ലിഫ്റ്റിൽ കയറാം, സ്റ്റെപ്പ് കയറുന്നവർക്ക് സ്റ്റെപ്പ് കയറാം. അങ്ങനെ നമ്മൾ ടവറിൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ തൃശ്ശൂർ തന്നെ കാണാമെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഭംഗി, ഏറ്റവും വലിയ ഭംഗി. എത്ര ബിൽഡിങ്ങുകൾ, എത്ര തരത്തിലുള്ള ബിൽഡിങ്ങുകൾ, അതുപോലെ റോഡുകൾ, ഒരുപാട് കാണാം. അകലേക്ക് നോക്കുമ്പോൾ തന്നെ കാണാം ഇങ്ങനെ മഞ്ഞ് മൂടി നിൽക്കുന്നത്. അതേപോലെ തന്നെ ഒരുപാട് മലനിരകളും കാണാൻ സാധിക്കും. വലിയ ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ നീല കളർ റൗണ്ട് കാണില്ല, അതാണ് കേട്ടോ ശക്തനത്തെ ആകാശപ്പറവ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാമല്ലേ ചെറുതും വലുതുമായ ബിൽഡിങ്ങുകൾ, അതേപോലെ തന്നെ അതിൻ്റെ ഇടയിൽ കാണുന്ന മരങ്ങൾ, എന്ത് ഭംഗിയാണ്. ഇത് പുത്തമ്പള്ളിയുടെ ഫ്രണ്ടാണ് കേട്ടോ. മുകളിൽ നിന്ന് കാണുന്ന ഫ്രണ്ടാണ് കാണുന്നത്. ഈ 2 ഗോപുരങ്ങൾ തന്നെ 140 അടി വരെ ഉയരമുണ്ട്. ടവറിൻ്റെ മുകളിൽ നിന്ന് തൃശ്ശൂർ നഗരം മുഴുവൻ കാണാൻ പറ്റുന്ന പറയുന്നത് ഇതാണ് കേട്ടോ. ഗ്ലാസ്സൊക്കെ വെച്ച് കുറേ കടച്ചേക്കാട്ടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ശക്തമായി കാറ്റാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. അതുകൊണ്ട് ജനാലകളൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഒരു കൈയോടെ അടയ്ക്കാൻ പറയും. നമ്മൾ ഈ കാണുന്ന മുഴുവൻ ബൈബിളാണ് കേട്ടോ. പല ഭാഷകളിൽ എഴുതിയതും അതുപോലെ തന്നെ വർഷപ്പഴക്കമുള്ള ബൈബിളുകളും പല രാജ്യത്തു നിന്നും വന്നിട്ടുള്ള ബൈബിളുകളൊക്കെ ഇവിടെ കാണാട്ടോ. ഈ കാഴ്ചകളൊക്കെയാണ് നമ്മുടെ ടവറിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം. നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പുത്തമ്പള്ളിയും കൂടി നമുക്കൊന്ന് കണ്ടാലോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളിയും അതുപോലെ തന്നെ ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ പള്ളിയും കൂടി ഉണ്ട് നമ്മുടെ പുത്തമ്പള്ളി. ടവർ ഇറങ്ങി കഴിഞ്ഞ് വരുമ്പോൾ കാണുന്ന കാഴ്ച കേട്ടോ. ഇതാണ് കേട്ടോ നമ്മൾ കയറിയ ടവർ. പോപ്പ് ജോൺ പോൾ 2 തൃശ്ശൂർ സന്ദർശിച്ച സമയത്ത് വേദിയുടെ മാതൃകയാണ് കേട്ടോ ഇവിടെ കാണുന്നത്. ഇതാണ് നമ്മുടെ തൃശ്ശൂർ പുത്തമ്പള്ളി എന്ന് പറയുന്നത്. നമ്മുടെ ഈ പുത്തമ്പള്ളിക്ക് 25,000 ചതുരശ്ര അടി വിസ്തീർണമുണ്ട് ഈ പള്ളിയിൽ. ഈ പള്ളിപ്പണി കഴിച്ച് തന്നെ 11 വർഷം എടുത്തുണ്ട് ഈ പള്ളിപ്പണി കഴിക്കാനായിട്ട്. നമ്മുടെ ഈ പുത്തമ്പള്ളി സ്ഥാപിച്ചത് 1929 കേട്ടോ. പുത്തമ്പള്ളിയിൽ 15 ആൾക്കാരുണ്ട് കേട്ടോ. അതിശയിപ്പിക്കുന്ന ചുവർ ചിത്രങ്ങളാണ് കേട്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത്. ഗോത്തിക് ശൈലിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത്. നമ്മുടെ ഈ പുത്തമ്പള്ളിന് പേര് കൂടാതെ വേറൊരു പേരുണ്ട്. മാർക്ക് മറിയ ബിഗ് ചർച്ച് എന്നാണ് ആദ്യം വിളിച്ചിരുന്നത്. ഇപ്പോൾ വിളിക്കുന്ന പേരാണ് ഓർ ലേഡി ഓഫ് ദ ഡോളേഴ്സ് ബസിലിക്ക എന്നാണ്. ഇവിടുത്തെ വാസ്തുവിദ്യ എന്ന് പറയുന്നത് കേരളം, ഡച്ച്, ഫ്രഞ്ച്, പോർച്ചുഗീസുകാരുടെ വാസ്തുവിദ്യകളുടെ സവിശേഷം മിശ്രിതമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത്. പുത്തമ്പള്ളിയുടെ ഊട്ടുതിരുനാൾ എന്ന് പറയുന്നത് സെപ്റ്റംബർ 15-ാം തീയതിയാണ്. 100,000 ഭക്തജനങ്ങളാണ് പുത്തമ്പള്ളിയിൽ ഊട്ടിന് വരുന്നത്. ഇവിടുത്തെ ആഘോഷമായ പെരുന്നാൾ എന്ന് പറയുന്നത് നവംബർ ലാസ്റ്റത്തെ ആഴ്ചയാണ് കേട്ടോ ഇവിടുത്തെ പെരുന്നാൾ വരുന്നത്. 1986 ജോൺ പോൾ 2 മാർപ്പാപ്പ
ദേവാലയം സന്ദർശിച്ചത്. നമ്മുടെ തൃശ്ശൂർ പുത്തമ്പള്ളിക്ക് ഒരു ചെറിയൊരു ചരിത്രമുണ്ട്. എന്താണെന്ന് വെച്ചാൽ തൃശ്ശൂർ നഗരത്തിൻ്റെ വികസനത്തിന് ക്രൈസ്തവ ജനങ്ങളുടെ പങ്കാളിത്തം അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയ നമ്മുടെ കൊച്ചി മഹാരാജാവ് ശക്തൻ തമ്പുരാൻ അരനാട്ടുകര, ഒല്ലൂർ, കൊട്ടേക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് 52 സുറിയാനി ക്രിസ്ത്യാനികളുടെ കുടുംബാംഗങ്ങളെ നഗരത്തിൽ കൊണ്ടുവന്നു. വിശുദ്ധന്മാരോ തിരുശേഷിപ്പാണ് അതൊക്കെ. അപ്പോൾ ക്രിസ്ത്യൻ കുടുംബാംഗങ്ങളുടെ വൈഷമ്യങ്ങൾ മനസ്സിലാക്കിയ മഹാരാജാവ് ഉടനെ തന്നെ നഗരത്തിൽ പള്ളി പണിയാനുള്ള അനുമതി നൽകി. 1814 കേട്ടോ ഇവിടെ പള്ളിക്ക് അനുമതി നൽകിയത്. ഈ തൊട്ടിൽ കാണുന്നൊരു നേർച്ചയാണ് കേട്ടോ. കുഞ്ഞുണ്ണികളെന്നൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇതൊരു നേർച്ചയായിട്ടാണ് കേട്ടോ കാണുന്ന ഉണ്ണീനെ കിടത്താൻ വേണ്ടിയിട്ടുള്ള തൊട്ടിലാണ്. ഈ പുത്തമ്പള്ളിയിൽ ഒരുപാട് വിനോദസഞ്ചാരികൾ വരുന്നൊരു പള്ളിയാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.